നമ്മൾ ഇന്നത്തെ ഇവിടെ പരിശോധിക്കുന്നത് നമ്മുടെ യൂട്യൂബിനകത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സെറ്റിങ്സ്, അധികം ആളുകൾക്ക് അറിയാത്തൊരു സെറ്റിങ്സാണ്. കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് ചോദിച്ചപ്പോഴാണ് ആ ഒരു സെറ്റിങ്സ് കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താമെന്ന് കരുതിയത്. അപ്പോൾ ഏതാണ് സെറ്റിങ്സ്, അതെങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. യൂട്യൂബിനകത്ത് നമ്മൾ പല ആളുകൾക്കും കമൻറ്റ് ചെയ്യാറുണ്ട്. പല യൂട്യൂബ് ചാനലിന് അടിയിലും പല വീഡിയോകൾക്കടിയിലും നമ്മൾ കമൻറ്റ് ചെയ്യാറുണ്ട്. നമ്മൾ യൂട്യൂബിൽ പല ആളുകൾക്ക് ലൈക്ക് കൊടുക്കാറുണ്ട് പല വീഡിയോകൾക്കകത്തും. അപ്പോൾ ഇതുവരെ നമ്മൾ യൂട്യൂബിനകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന കമൻറ്റ്സുകളും ലൈക്കുകളും ഡിസ്ലൈക്കുകളും ഒക്കെ നമുക്ക് എവിടെയാണ് കൊടുത്തത്, ഏത് വീഡിയോയ്ക്ക് ഏത് കമൻറ്റാണ് കൊടുത്തതെന്നൊക്കെ നമ്മൾ നേരത്തെ കൊടുത്ത ഡീറ്റെയിൽസുകളൊക്കെ നമുക്കറിയാൻ സാധിക്കുന്ന ഒരു സെറ്റിങ്സ് യൂട്യൂബിനകത്തുണ്ട്. നമ്മൾ വർഷങ്ങൾക്ക് മുമ്പൊക്കെ യൂട്യൂബ് ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പൊക്കെ നമ്മൾ കൊടുത്ത കമൻറ്റുകൾ അല്ലെങ്കിൽ ലൈക്കുകൾ ഡിസ്ലൈക്കുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പല ആളുകൾ ചോദിക്കാറുണ്ട്, യൂട്യൂബിൽ നമ്മൾ വീഡിയോകൾക്കൊക്കെ നേരത്തെ കൊടുത്തുപോയ കമൻറ്റുകൾ ഏതൊക്കെയാണെന്ന് അറിയാൻ എന്തെങ്കിലും മാർഗ്ഗമുണ്ടോ എന്ന്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആ സെറ്റിങ്സാണ് പരിശോധിക്കുന്നത്. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അതിനുവേണ്ടി ഇവിടെ ആദ്യം യൂട്യൂബ് ഓപ്പൺ ചെയ്യാണ്. യൂട്യൂബ് ഓപ്പൺ ചെയ്ത് യൂട്യൂബിൻ്റെ ഏറ്റവും താഴെ കാണുന്ന വലതു ഭാഗത്ത് നമ്മുടെ പ്രൊഫൈൽ കാണും. ഈ പ്രൊഫൈലിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയി വരും. ഇവിടെ നമുക്ക് ഏറ്റവും മുകളിൽ സെറ്റിങ്സിൻ്റെ ഒരു ഐക്കൺ കാണും, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും നിങ്ങൾക്ക് മാനേജ് ഓൾ ഹിസ്റ്ററി എന്നുള്ളൊരു ഓപ്ഷൻ താഴെ ഭാഗത്ത് ഓൾ ഹിസ്റ്ററി എന്ന് കാണുന്ന ഭാഗത്ത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ സെറ്റിങ്സിൻ്റെ ഐക്കൺ കാണും, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയി വരും. നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ഹിസ്റ്ററി ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഫിംഗർ ലോക്കോ പാറ്റേൺ ലോക്കോ ഉപയോഗിച്ച് ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫിംഗർ ലോക്ക് ചോദിക്കും, അത് കൊടുത്താൽ മതി. അത് ചെയ്ത ആളുകൾക്ക് മാത്രമേ ചോദിക്കുള്ളൂ. അതിനുശേഷം നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. മുകളിൽ 3 ഓപ്ഷൻ ഉണ്ട്. ഹിസ്റ്ററി, കൺട്രോൾസ്, ഇൻട്രാക്ഷൻ എന്നുള്ള 3 ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതിൽ ഏറ്റവും അവസാനം കാണുന്ന ഇൻട്രാക്ഷൻ എന്ന് കാണുന്ന ഭാഗത്ത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും വീഡിയോ ലൈക്ക് ആൻഡ് ഡിസ്ലൈക്ക്. നമ്മൾ ഇതുവരെ നമ്മുടെ യൂട്യൂബിൽ ആർക്കൊക്കെ വീഡിയോക്ക് ലൈക്ക് കൊടുത്തിട്ടുണ്ട്, ഡിസ്ലൈക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ ക്ലിക്ക് ചെയ്താൽ കാണാൻ സാധിക്കും. രണ്ടാമത്തെ കമൻറ്റ് ലൈക്ക് ആൻഡ് ഡിസ്ലൈക്ക് എന്നുള്ളതാണ്. കമൻറ്റുകൾക്ക് ആർക്കൊക്കെ നമ്മൾ ലൈക്ക് കൊടുത്ത് ഡിസ്ലൈക്ക് കൊടുത്തു എന്നുള്ളത് കാണാം. കമൻറ്റ് റീപ്ലൈ, നമ്മൾ കൊടുത്ത കമൻറ്റുകൾക്ക് ഏതൊക്കെ കമൻറ്റുകൾക്കാണ് നമ്മൾ റീപ്ലൈ കൊടുത്തതെന്നുള്ളത് കാണാൻ സാധിക്കും. ലൈവ് ചാറ്റ്, നമ്മൾ ലൈവ് വീഡിയോകൾ നടക്കുമ്പോൾ ലൈവ് കമൻറ്റുകൾ നടന്നത് എവിടേക്കാണ് കൊടുത്തതെന്ന് കാണാൻ സാധിക്കും. അതർ വീഡിയോ ഇൻട്രാക്ഷൻ, മറ്റു വീഡിയോകൾക്ക് കൊടുത്ത കമൻറ്റുകൾ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഓരോന്നും ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന കമൻറ്റുകൾക്ക് ലൈക്കും കമൻറ്റ്സ് ഡീറ്റെയിൽസും ഒക്കെ കാണും. ഇവിടെ താഴെ ഭാഗത്തേക്ക് വന്നാൽ നമ്മൾ കൊടുത്ത ലൈക്ക്, റീപ്ലൈകൾ, അതുപോലെയുള്ള ഡീറ്റെയിൽസുകളൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ഓരോ വീഡിയോയും അതിന് താഴെ ഭാഗത്തേക്ക് നോക്കിയാൽ ഓരോന്നും ഇവിടെ കാണും. ഇനി ഏതെങ്കിലും ആവശ്യമില്ല, അത് ഒഴിവാക്കണം തോന്നുന്നുണ്ടെങ്കിൽ ഇവിടെ അവസാനത്തിൽ കാണുന്ന ഈ ഇൻറ്റു ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അത് നമുക്ക് റിമൂവ് ചെയ്ത് കളയാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ യൂട്യൂബിനകത്ത് നമ്മൾ നേരത്തെ കൊടുത്ത ലൈക്ക്, കമൻറ്റ് അതുപോലുള്ളതൊക്കെ നമുക്ക് ഇവിടെ വന്ന് എത്ര വർഷങ്ങൾക്ക് ശേഷവും ഇവിടെ വെച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ യൂട്യൂബിനകത്തുള്ള ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റിങ്സാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്ത മാർഗ്ഗങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.